ഏതാണോ വീട്? ഇതാണ്. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ടാണല്ലോ കാണാനായിട്ട് വന്നിരിക്കുന്നത്. മീരമോളെ, നിന്നെ കാണാനാണെന്ന് തോന്നുന്നു. കാണാനായിട്ട് ആരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? അതേടി പെണ്ണെ, വേഗം ചെന്ന് മോൻ കഴിയും റെഡിയാവാ. ഒരു 3 ഗ്ലാസ് ചായ എടുത്തു. ഇങ്ങോട്ടിരിക്കാൻ. ഇത് കണാരേട്ടന്റെ ശുഷ്കാന്തി കുറവാണെന്ന് നീ പറയത്തില്ലല്ലോ. നല്ല അസൽ ബന്ധമാണ്. സംസാരിച്ച് തീരുമാനിച്ചു. സത്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടതല്ല. ആ തെക്കേപ്പഴക്കര കോളനിയിൽ ഒരു പെണ്ണ് കാണാൻ വന്നതാ. ഓ, ഈ അടുത്ത കാലത്തെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടില്ല. വെറുതെ ഓട്ടോറിക്ഷ കാശ് കളഞ്ഞത് മിച്ചം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഈ കാണാറുണ്ട് കുഴപ്പം. ഞാൻ എന്ത് ചെയ്ത്? നീ എന്ത് ചെയ്തു? നീ എന്താണ് ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്? അവിടെ സംഗതി കുറഞ്ഞു കിടക്കുന്നത് എനിക്കറിയാമോ? ഏടാ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ട ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ. വേടാ, ഞാൻ അങ്ങനെ ഉള്ളത് വെട്ടി തുറന്നങ്ങ് പറയും. ആദ്യം കേൾക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ ഭാവിയിൽ അത് ഗുണം ചെയ്യും. ഇതെന്റെ മോന ദിനേശൻ. കൂലിപ്പണിയാണെങ്കിലും ഒരു 4 ആളുടെ പണി ദിവസവും ചെയ്യും. ഒരുപാട് ആലോചനകളൊക്കെ വന്നതാ. ഒന്നും കൂടി ശരിയാവുന്നില്ല. കാരണം യവന്റെ തൊട്ട് താടി ഒരു പെണ്ണുണ്ട്. ഒരു കാലൽപ്പം ചടന്തിയതാ. ഒരു ചടന്തിയ പെണ്ണിനെ കെട്ടിച്ചയക്കണമെങ്കിൽ കാശ് എത്ര ഞാൻ ഉണ്ടാക്കണമെന്ന് അറിയാമല്ലോ. അപ്പോഴാ കണാരൻ പറയുന്നത് ഇവിടുത്തെ പെണ്ണിന് 2 കാലും ഇല്ലെന്ന്. അപ്പൊ കാശുണ്ടാക്കി വെച്ചിരിക്കാന്ന് ഉറപ്പാണല്ലോ. കാലല്ല, ഇനി തലയില്ലേലും കുഴപ്പമില്ല. 1 ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് തന്നാ എന്റെ മോൻ നിന്റെ പെങ്ങളെ കെട്ടിയിരിക്കും. ചായ. മീരെന്നല്ലേ പേര്? അതെ. നന്നായി പാടുമെന്ന് കേട്ടിട്ടുണ്ട്. ആഹാ, അപ്പോ എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. എന്റെ പെങ്ങളുകുട്ടിക്കും അംഗവൈകല്യം ഉള്ളതുകൊണ്ട് അതുപോലുള്ളവരെ കാണുമ്പോ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടാ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നേ. അംഗവൈകല്യമുള്ള കുട്ടികളോട് മനസ്സുകൊണ്ട് അനുകമ്പയുള്ള പയ്യനാ. ഈ കല്യാണം നമുക്ക് നടത്താൻ മുത്തു. നടത്തുന്നതിന് യാതൊരു എതിർപ്പില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ തുകയുടെ കാര്യം ഒരു പൈസ കുറയത്തില്ല. പിന്നെ സ്വർണം അത് നിങ്ങളുടെ മാന്യതയ്ക്കനുസരിച്ച രീതിക്ക് നിങ്ങൾ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു 1 ലക്ഷം രൂപയൊന്നും എൻ്റെ കയ്യിലില്ല. മിച്ചം വെച്ച് എല്ലാം കൂടെ തപ്പിപ്പറക്കിയ ഒരു 25,000 രൂപ കാണും. പിന്നെ ഒരു 10-15,000 കൂടെ എവിടെന്നേലും കടം മേടിക്കാം. അതിൽ കൂടുതൽ എന്നെ കൊണ്ടാവില്ല. കിട്ടുന്നല്ല ഇവളുടെ ചികിത്സയ്ക്കാ ചെലവാക്കുന്നുണ്ടാ ഒന്നും മിച്ചം കാണാത്തത്. ബാക്കി തുക ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ തരാം. തനിക്കിട്ടാ ഒരെണ്ണം തരേണ്ടത്. വെറുതെ ഇവിടെ ഓട്ടോറിക്ഷ കാശ് കളിച്ചിട്ടുള്ളൂ. നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാൻ ചേട്ടാ. ആലോചിക്കാനൊന്നുമില്ല. എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത 2 കാലുമില്ലാത്തൊരു പെണ്ണ് സ്ത്രീധനമായിട്ട് 1 ലക്ഷം രൂപ ചോദിച്ചുള്ളൂ. അതൊരു തുകയാന്നു. നീ വേടാ, എടാ കൊച്ചാണ് അങ്ങോട്ട് നടക്കണ. അവൻ നോക്കി നിൽക്കാ. പിന്നെ കാശുണ്ടെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു. വേണ്ട, എന്റെ പെങ്ങൾക്ക് കല്യാണം ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞു കരുതി ഇതുപോലുള്ള ആർത്തി പണ്ടാരങ്ങളും കൊണ്ട് മേലി മുറ്റത്തോന്ന് പോരുത്. നീ വരുന്നുണ്ടോ? സാരമില്ലേട്ടാ. എന്തിനാ ഏട്ടൻ നടക്കാത്ത സ്വപ്നം കാണണേ? നടക്കും മോളെ, നടക്കും. അല്ലെങ്കിൽ ഏട്ടൻ നടത്തും. അതാണ് രാജേന്ദ്രന്റെ മനസ്സ്. ഈ സുശീലന് അല്പം ദുശീലമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്റെ മകനെ അങ്ങനല്ല വളർത്തിയിരിക്കുന്നു. രാമത്തു, ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാൻ. എന്താ? നിന്റെ പെങ്ങൾക്ക് ഒരു ചെക്കരയും തപ്പി നടന്ന് നീ 3 ലോകവും കറങ്ങിയില്ലേ? എന്നിട്ട് എന്തായി? നിന്റെ പെങ്ങളെ കെട്ടാൻ വരുന്നവൻ ആദ്യം വേണ്ടത് ത്യാഗം ചെയ്യാനുള്ള മനസ്സാ. അതെന്റെ മോനുണ്ടടാ. ഈ കത്ത് വായിച്ചാൽ അറിയാവടാ എന്റെ മോന്റെ ഹൃദയത്തിന്റെ വിശാലത. എന്തോന്നാ കത്തില്? നമ്മുടെ മോന് മീരെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നേ. വായിച്ചു നോക്കി. എന്റെ ഭഗവതി, എന്നിട്ട് അതിനെപ്പറ്റി അവനൊരു വാക്ക് പോലും നമ്മളോട് പറഞ്ഞില്ലല്ലോ. അവൻ എന്റെ മോനാടി. പറയത്തില്ല, പ്രവർത്തിക്കത്തേ ഉള്ളൂ. രാജേന്ദ്രനെ ദൈവം അനുഗ്രഹിക്കും. അവന് ജന്മം കൊടുത്ത ഞങ്ങളെ അനുഗ്രഹിക്കും.
നിനക്ക് എന്നോട് പുച്ഛമാണല്ലോ. പക്ഷെ നിന്റെ ദുഃഖം തീർക്കാൻ അവസാനം എന്റെ മകൻ തന്നെ വേണ്ടി വന്നു. അതാടാ ഈശ്വരൻ. പക്ഷെ അവൻ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. അവനൊരു തന്തയും തള്ളേ ഉണ്ടല്ലോ, അവരും കൂടെ തീരുമാനിക്കണ്ടായോ? നിന്റെ അഭിപ്രായം എന്താടി? പണ്ട് തൊട്ടേയുള്ള എന്റെ ആശയം ഇത്. നമ്മുടെ കൊച്ചല്ലേ അവള്. എന്നാലും അവനോട് ഇതെങ്ങനെ പറയുന്നു കരുതി വിഷമിച്ചിരിക്കായിരുന്നു. എനിക്ക് 100 വട്ടം സമ്മതം. എനിക്ക് 100 വട്ടം സമ്മതമല്ല, എനിക്ക് 1000 വട്ടം സമ്മതമാണ്. എന്തിനാണ് നീ കരുതി? സന്തോഷം കൊണ്ടോ? സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിർമ്മലയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. എന്താ അല്ല, രാജേന്ദ്രനെ കണ്ടോണ്ടാ എവളുടെ കാര്യം തീരുമാനിച്ചത്. അവന് കിട്ടുന്ന സ്ത്രീധന പണം കൊണ്ട് എവളെ കെട്ടിച്ചു വിടാമെന്ന് കരുതി. ഇനിയിപ്പോ അതും കുളമായി. അമ്മ വിഷമിക്കണ്ട, എന്റെ പെങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് അവനുള്ളതല്ലേ. വേണ്ട, അതൊക്കെ നിന്റെ ഇഷ്ടം. മൊത്തു പറഞ്ഞ നേരെ ഇവന്റെ പൈസയും രാജേന്ദ്രന്റെ പൈസയും തമ്മിൽ ഇനിയിപ്പോ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതെ. ആർക്കാടാ സുശീല കല്യാണം? അമ്മച്ചിക്ക്. നമ്മുടെ രാജേന്ദ്രൻ മീരമോളെ കെട്ടാൻ പോവാ. കൊച്ചു കള്ളി, സ്വപ്നം കാണാ നീ? അതെ, സത്യമായിട്ടും അതെ. ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് എനിക്ക് തോന്നാം. ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ എല്ലാ വിഷമവും തീരും. എന്റെ വിഷമമോ? അത് ഈ ജന്മം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ എന്റെ ഏട്ടന്റെ സന്തോഷം നിർമ്മല കണ്ടില്ലേ? എല്ലാം എന്റെ ഏട്ടന്റെ മനസ്സിന്റെ ഗുണ. ഒതുക്കാണോ മുത്തു? കല്യാണത്തിന് തകർപ്പൻ സദ്യയല്ലേ തരാൻ പോകുന്നത്? കല്യാണം ഉറപ്പിച്ചതിന്റെ വകയല്ലേ മുത്തു? ആ, തീയതി ഉറപ്പിക്കണമെങ്കിൽ ആന്റനും കൂടി വരണമല്ലോ. ഏതായാലും മീരമോളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഇതിക്കുള്ളൊരു സന്തോഷം എനിക്ക് ഉണ്ടോ കുമാരേട്ടാ? ആ, ഔസേപ്പേട്ടോ, അടുത്ത ആഴ്ച പൊര ഒന്ന് കെട്ടണം. കല്യാണം ആകുമ്പോ ചോറ് നിൽച്ച് കിടക്കാൻ പാടില്ലല്ലോ. ഒരു 150 മടൽ ഓലെങ്കിലും വേണം. അതിനെന്താ, നമുക്ക് ശരിയാക്കാവുന്നേ. ആ, എന്നാ ചെല്ലട്ടെ, ചൂളെ പണിയുണ്ട്. എന്നാലും ആ കൊച്ചിനൊരു ജീവിതം കിട്ടിയല്ലോ, അവിടെ ഭാഗ്യം. നേരാ. ഇന്നത്തെ കാലത്ത് ഏതേലും ആമ്പിള്ളാർ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടുവോ? രാജേന്ദ്രന്റെ മനസ്സ് വലിയ മനസ്സാ. രാജേന്ദ്രന്റെ മനസ്സല്ലടി, മുത്തുവിന്റെ മനസ്സാ വലുത്. അവന്റെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായത്. അയ്യോ മതിമോളെ, ഇതോടെ കഴിക്കച്ചാ. ആ കല്യാണക്കാര്യം പറഞ്ഞപ്പോ മുത്തുവിന്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. മുത്തുവേട്ടന് മാത്രമല്ല സന്തോഷം, വേറെ പലർക്കും ഉണ്ട്. വേഗം വളപടാവേ. സുശീലൻ ചീട്ട് കളിക്കുന്നതേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ഒരു സുഖത്തിനാ. പണം ഇന്ന് വരും, നാളെ പോവും. ഫ്ലവർ ജാക്കി അടിക്കാമെങ്കിലും എടുത്തു. ദൈവമേ, ഇത് മുത്തു കൊടുത്ത കാശാണല്ലോ. സുശീലേട്ടാ, എന്താടാ? നീയാ വടേന്ദ്ര, ഒരു കൈ നോക്കുന്നോ? കാശ് ഞാൻ കൊടുത്തോളാം. ഇതവൻ കല്യാണത്തിന് വേണ്ടി തന്ന കാശല്ലേ? കല്യാണം പിന്നെയും വരും, പക്ഷെ ഈ കൈ ഇനി കേറുകയല്ല. കൈയടിച്ചു. അവൻ ചോര നീരാക്കിയ കാശാ, ദൈവത്തിന് ഇറക്കാത്ത പണിയായി കാണിക്കുന്നത്. ഓടാ ചോര അവന്റെ അവിടെ നീതി. ഇങ്ങനെ ഇന്നലെ പോയതാണല്ലോ, ഇതെവിടെ പോയി കിടക്കുന്നു? ചീട്ട് കളിക്കാൻ, അല്ലാതെ എവിടാ? മുത്തുന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോണ്ടാ പോയത്. എന്റെ ഈശ്വര, അത് മുച്ചൂടും മുടിപ്പിച്ചിട്ടുണ്ടാവും. എന്റെ തല അങ്ങ് പോയാൽ മതിയായിരുന്നു. അതാ അടിച്ചു. എന്റെ കുക്കുരു മൊത്തം തീർന്ന്. എന്നിട്ട് വീട്ടിൽ പോണോ? ഇവിടെ ഒരു 100 രൂപ കളിക്കട്ടെ. ചീട്ട് കളി കടവില്ല. ആരും ഇല്ലടാ എനിക്ക് 100 രൂപ തരാൻ. ഇവിടെ ഒരു മനസാക്ഷി ഉണ്ടേടാ. ഓടാ പുല്ലേ, എന്നാടാ ഉടുമുണ്ട്. ഇനി 2 രൂപ ഒഴിക്കണം. ഒരു കൈ കളിക്കാൻ ഇത് മതിയോടാ. 100 രൂപയ്ക്കൊന്നുമില്ല, എന്നാലും ഒരു കൈ കളിച്ചോ. കാശ് ഞാൻ കൊടുത്തോ. കൈയിടാ. പോയത് 5000, പിന്നീട് 5000. ഇന്ന് 10000 കൊണ്ടാ ഞാൻ ഇവിടുന്ന് പോകൂ. ചീട്ടുറാ. ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചു കാണുന്നത് ഇപ്പോഴാ. സത്യ, നെഞ്ചിന്നൊരു ഭാരം ഇറങ്ങിയ പോലെ.
ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്നൊരു സ്വപ്നം നടന്നു കാണാൻ പോകുന്നു. ഇനി എനിക്കൊന്നും വേണ്ട. ദൈവമേ, അപ്പൊ ഇനി എന്നെയും വേണ്ടേ? രാജേന്ദ്രൻ മീരയും കൂട്ടിക്കൊണ്ട് പോയാ പിന്നെ എന്നും എന്റെ കൂടെ അശ്വതി കാണും. നിന്റെ അച്ഛനും അമ്മയല്ല, ഈ ലോകം മുഴുവൻ എതിർത്താൽ അശ്വതി മുത്തുവിന്റെ കൂടെ ഉണ്ടാവും. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടത്. മീരയുടെ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ കാര്യം പോക്കായിരുന്നു അല്ലേ? നീ എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ എന്റെ മീരയുടെ കല്യാണം കഴിയണം. അത് മരിച്ച് മോളിൽ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ. ഈശ്വരൻ വൈകല്യം കൊടുത്തെങ്കിലും ഇന്ന് മീര ഭാഗ്യവതിയാ. ദാ നോക്കി.